ട്രിപ്പിൻ്റെ ബാക്കി വീഡിയോസൊന്നും ഞാൻ ഇട്ടില്ലല്ലോ, അത് ഞാൻ എഡിറ്റ് ചെയ്തില്ലായിരുന്നു. അതിനിടയ്ക്ക് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോസാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. നമ്മൾ ധനുഷ്കോടിയിൽ നിന്ന് നേരെ പോയത് കൊടൈക്കനാലാണ്. കൊടൈക്കനാൽ ചെന്നപ്പോൾ ആദ്യം കണ്ടത് ഒരു ലേക്കായിരുന്നു. അവിടെ നിറയെ ആൾക്കാരായിരുന്നു. നമുക്ക് പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഇറങ്ങി ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഓരോ വഴിക്ക് പോകുമ്പോഴും കോട ഉണ്ടായിരുന്നു, അധികം ഇല്ലായിരുന്നു എങ്കിലും ഇതൊക്കെ കാണുന്ന കോടയാണ് കേട്ടോ. ആദ്യം നമുക്ക് വിചാരിക്കും ഒരു പുകമയമാണെന്ന്, പക്ഷേ അത് കോടയാണ്. ഇത്രയൊക്കെ ഉള്ളായിരുന്നു. വീഡിയോയിൽ കാണാൻ വേണ്ടി ഇത്രയൊക്കെ ഉള്ളൂ, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ലൊരു വൈബാണ് കിട്ടുന്നത്. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ലക്കി പറഞ്ഞത് സുഭാഷ് വീണ സ്ഥലത്ത് പോകാം അച്ഛാ എന്നാണ്. എൻ്റെ ദൈവമേ, അവിടുത്തെ ബ്ലോക്കും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പിൽ ആ റെഡും കണ്ടപ്പോഴേക്കും ഞങ്ങളത് മാറ്റി വെച്ചു. വേറെ ഒരു ഡെസ്റ്റിനേഷൻ നോക്കി അവിടുത്തെ തന്നെ. പക്ഷേ ഞങ്ങൾ ചെന്ന് നിന്നത് ഒരു കാട്ടിനകത്തായിരുന്നു. അഞ്ജുവിൻ്റെ കയ്യിലിരിക്കുന്ന ഈ സംഭവം എന്തോന്ന് അറിയാവോ? എനിക്കും അറിയത്തില്ല, അവിടെ അങ്ങാണ്ട് കണ്ടതാണ്. എന്തെങ്കിലും ഒരു ഫ്രൂട്ടായിരിക്കും അവിടുത്തെ, കാടല്ലേ. അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് പാഷൻ ഫ്രൂട്ടും അവിടുത്തെ തക്കാളി, കാട്ടു തക്കാളി എന്നാണ് ആ ചേച്ചി പറഞ്ഞത്, അതൊക്കെ ഉണ്ടായിരുന്നു. ബാലചേട്ടൻ പാഷൻ ഫ്രൂട്ട് ഒരെണ്ണം വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കി, കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ മാപ്പിൽ സെർച്ച് ചെയ്തത് ഒരു വെള്ളച്ചാട്ടമായിരുന്നു. ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, പക്ഷേ ഞങ്ങൾ കണ്ട വെള്ളച്ചാട്ടം ഇതായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ മഴയില്ലാത്തത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞത് ഇത്രയും വെള്ളം കുറവ്. അവിടെ നിൽക്കുന്ന ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് മഴയില്ലല്ലോ, അതുകൊണ്ടിട്ടാണ് ഇത്രയും വെള്ളം മാത്രം വരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ അവിടുന്ന് ക്യാരറ്റ്, കുറച്ച് ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി അതിൽ കുറച്ച് വാങ്ങിച്ചു. നമ്മൾ പോകുന്ന വഴിക്ക് കഴിക്കാമല്ലോ എന്ന് വെച്ച് ചാമ്പയ്ക്ക നോക്കിയായിരുന്നു, പക്ഷേ അത് വലിയ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും എടുത്തില്ല. ലക്കിയുടെ കയ്യിരിക്കുന്ന ഈ ഒരു ഫ്രൂട്ടില്ല, അതാണ് ലിച്ചി. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ റംബൂട്ടാൻ്റെയൊക്കെ ഒരു വകഭേദം പോലെ വരും, നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് കമ്പത്തിറങ്ങി നമ്മൾ മുന്തിരിയൊക്കെ വാങ്ങിച്ചു. അപ്പം നമ്മുടെ ട്രിപ്പ് ഇതോടുകൂടി അവസാനിച്ച് ഇനി വീട്ടിലേക്കാണ്. ബാ.